ഹലോ കൂട്ടുകാരെ, ഇപ്രാവശ്യം നമുക്കിതേ ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ കുഴിമന്തി ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയി കേട്ടോ. ഇത്തിരി ചോറ് വെന്ത് പോയി. അപ്പോൾ ആ ചോറ് എടുക്കുമ്പോൾ തന്നെ പയർ പോലെ ആയിരിക്കണം. അപ്പോൾ അതിനുള്ള മസാലകൾ മുഴുവൻ മല്ലിയും നല്ല ജീരകം, വലിയ ജീരകമല്ല നല്ല ജീരകം, 2 ഉണക്ക നാരങ്ങ, ഏലക്ക, പട്ട, കറയാമ്പൂ, കുരുമുളക് എല്ലാം കൂടി ഒന്ന് ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ മന്തി മസാല കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇതായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ബേ ലീഫും ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ട് വറുത്തെടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് നല്ല പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാഗി ക്യൂബ്, അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മാഗി ക്യൂബും, അപ്പോൾ ഈ പൊടിച്ചെടുത്ത മസാലയിൽ നിന്ന് 2 സ്പൂൺ മസാല നമുക്ക് വേറെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് അത് കഴിഞ്ഞ് പൊടിച്ച മസാലയ്ക്ക് മുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, നാരങ്ങാനീര്, ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് നല്ലോണം പെരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നല്ലോണം അതൊന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് ചോറിനുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ആ നേരത്തെ എടുത്ത മസാലകളിൽ നിന്ന് കുറച്ച് മസാല, അതായത് നല്ല ജീരകവും മല്ലിയും വേണ്ട, കാരണം നമ്മൾ പൊടിച്ച മസാല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡിയായി